ഹേ ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ തന്നെ കുറെ നാളായിട്ട് ഒരു വാച്ച് കളക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്, വാച്ച് കളക്ഷൻ ചെയ്യുമോ എന്ന്. എനിക്ക് മനസ്സിലാത്തത് നിങ്ങൾ എങ്ങനെയാണ് വാച്ച് കളക്ഷനെ കുറിച്ച് ചോദിക്കുന്നത്. കാരണം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് വാച്ച് ഒന്നും ഉപയോഗിക്കാറില്ല. അധികപക്ഷം കയ്യിൽ എനിക്ക് തോന്നുന്നു എന്റെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത മുതൽ എന്റെ കയ്യിൽ വളയും ബ്രേസ്ലെറ്റും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. വാച്ച് ഞാൻ ഇടുന്നത് അധികവും കണ്ടിട്ടുണ്ടാകത്തില്ല. പിന്നെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. എന്തായാലും ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മടിച്ചിരുന്ന ഒരു കാര്യം ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടപ്പോ ഇന്ന് എന്നെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നല്ല, ഒരുപാട് നാളായി ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നും ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പ്രിപ്പയർഡ് ഒന്നുമല്ല. മുന്നേ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചില വാച്ചുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെച്ചിട്ട് വിശദമായിട്ടൊക്കെ പറയാന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്റെ തൊണ്ട ഇപ്പൊ സമ്മതിക്കുന്നില്ല. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡേ ലൈറ്റിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. എനിക്ക് രാവിലെകൾ കാണാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പം രാത്രിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ വീഡിയോക്കൊക്കെ ഇനി ഈ ഒരു പുകമയം ഉണ്ടാകും ഗൈസ്. ഞാൻ എന്റെ വാച്ചുകള് ഇതുപോലൊരു ബോക്സിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് 2 ബോക്സ് ഉണ്ട്. വാച്ച് മാത്രമല്ല, ബ്രേസ്ലെറ്റും ഉണ്ട്. അപ്പോ ഇതെന്തിനാ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിടാനും പിന്നെ എവിടെ മിസ് ആവാണ്ടിരിക്കാനാ. കാരണം ഇതിനകത്ത് അത്യാവശ്യം വില പിടിപ്പുള്ള സാധനം ഉണ്ട്. ബ്രേസ്ലെറ്റ് ആയിരുന്നാലും വാച്ച് ആയിരുന്നാലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന കുറച്ച് കിഡ്നി ടിച്ചിങ് സ്റ്റോറി ഉള്ള ഒരു വാച്ചാണ് ഗൈസ്. കാരണം അയ്യോ എന്റെ അമ്മേ, അതാണ് ഞാൻ UAE വന്നപ്പോൾ ഇപ്പൊ ഏകദേശം ഒരു 7-7.5 വർഷം ആയി ഞാൻ UAE വന്നിട്ട്. അപ്പൊ അന്നേരം എനിക്ക് എന്റെ കൈവശം ഉണ്ടായിരുന്ന ആകെയുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു വാച്ചും ഒരു കമ്മലും മാത്രമാണ്. ഇതാണ് ആ വാച്ച്. ഓക്കെ, ജോക്കിന്റെ കോച്ചിന്റെ ഒരു വാച്ച്. ഇത് എന്റെ ബ്രദർ സൗദിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കൊണ്ട് തന്നതാണ്. ഈ വാച്ചിന് ഏകദേശം ഒരു 8 കൊല്ലം ഒക്കെ ഉണ്ടാവും പ്രായം. ഇത് ഇല്ലായ്മയായിപ്പോയി ഗൈസ്. ഞാൻ ഉപയോഗിച്ചിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ UAE വന്നപ്പോൾ ആദ്യ നാളുകളിൽ എന്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു വാച്ച്, ഒരു ചെറിയ കമ്മൽ. അത് ഉമ്മ വാങ്ങിച്ചതാണ്. ഇത് എന്റെ മൂത്താങ്ങള് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആയതുകൊണ്ട് ഇന്നും ഇതിന്റെ ഈ ഡയൽ ഇങ്ങനെ ചത്തുപോണ്ടിരിക്കുന്നു. പക്ഷെ ഇതിന്റെ ഒരു ലെതർ ഷിഫ്റ്റിംഗ് ഇങ്ങനെ മാറി 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 വീട് മാറി വീട് മാറി വീട് മാറി ഒക്കെ കളഞ്ഞു പോയി ഗൈസ്. ആകെയുള്ളത് തുരുമ്പ് പിടിച്ച് ഇല്ലായ്മയായി പോയിട്ടുള്ള ഈ ഒരു ലെതറാണ്. ഇതിപ്പോഴാണ് കേട്ടോ പൊട്ടി എന്റെ കയ്യിൽ വന്നത്. കാരണം ഇത്രയും നാൾ എടുത്തിട്ടുള്ള ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇന്നെടുത്തപ്പോ പൊട്ടി വന്നതാണ്. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് വാച്ച്. സ്റ്റിൽ ഞാനിത് കയ്യിൽ വെച്ചിരിക്കുന്നത് അതിന് ഒരുപാട് റീസൺ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഈ പെട്ടിക്കകത്തുള്ളത് പൊട്ടിക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വാച്ച് ഭ്രാന്തിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വാച്ച് കളക്ഷൻ വന്നു പോയതെന്ന്. അല്ല, ഞാൻ വാച്ച് ഭ്രാന്തി അല്ല ഗൈസ്. ഇതിനകത്തുള്ള ഒരു വാച്ച് പോലും ഞാൻ എന്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. കാണുമ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചിരുന്നതാണ്. ബർത്ത്ഡേ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അത് കിട്ടിയിട്ടുള്ളതാ. പിന്നെ ഞാൻ ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് വളയൊക്കെ യൂസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ വാച്ച്, കാരണം ഞാൻ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വാച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ വാച്ച് ഇല്ലായിരുന്നു. ഈ വാച്ചുകൾ വരാൻ തുടങ്ങിയത് ഒരു 4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഞാൻ ആ കമ്പനിയിൽ കയറുമ്പോൾ എന്റെ കയ്യിൽ ചോട്ടാ മോട്ടാ വാച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ബട വാച്ചാണ്. ബട എന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച്. അതിൽ ഞാൻ പലതും ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെ ഉപയോഗിക്കാത്തത്. എന്തെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ എവിടെ നിന്ന് തുടങ്ങണം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വാച്ചാണ് മൈക്കൽ കോഴ്സിന്റെ ഈ ഒരു വാച്ച്. ഓക്കെ, ഇതെല്ലാം ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വെക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് ഇളക്കാണ്ടിരുന്നത്. സോ ഇതാണ് മൈക്കൽ കോഴ്സിന്റെ ഒരു വാച്ച്. ഇത് എന്റെ ഒരുപാട് ഷോർട്സ് വീഡിയോക്കകത്ത് മുമ്പുള്ളത് കണ്ടിട്ടുണ്ടാകും നിങ്ങള്. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ഒറിജിനൽ ആണെന്ന്. ഇത് ആക്ച്വലി ഒറിജിനൽ അല്ല. കാരണം എന്റെ കയ്യിലാകെ മൈക്കൽ കോഴ്സിന്റെ ഒരു വാലറ്റ് മാത്രമേ ഉള്ളൂ ഒറിജിനൽ ആയിട്ടുള്ള. ഇത് ഫസ്റ്റ് കോപ്പിയാണ്. ഇത് പറയാൻ പാടുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഒറിജിനൽ ആണെങ്കിൽ ഒറിജിനൽ എന്ന് പറയാം, ബാക്കിയൊന്നും ഞാൻ മിണ്ടത്തില്ല. ഓക്കെ, ഈ സാധനം അത്യാവശ്യം വാങ്ങിച്ചിട്ട് 2.5 കൊല്ലത്തിന്റെ മേലെ ഒരുപാട് ഉപയോഗിച്ചു, എന്നിട്ടും ഒരു കേടുപാടും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത് എന്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. നല്ലൊരു ഹെവി ലുക്ക് ഉണ്ടല്ലേ? യെസ് ഉണ്ട്, ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നു. ഇത് ഞാൻ ഒരു 4-5-6 കൊല്ലത്തിന് മുന്നേ, അല്ല 5-5.5 കൊല്ലത്തിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നെയാണ്. GC കളക്ഷന്റെ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഓടുന്നില്ല ഗൈസ്. ഈ സാധനം അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് റേറ്റ് ഒന്നും വലിയ കാര്യത്തിൽ ഓർമ്മയൊന്നുമില്ല. എന്തായാലും ഒരു 19,000 അല്ല ഒരു 40,000 രൂപ എന്തായാലും ഈ വാച്ചിനുണ്ട്. ഇതൊരു ഒറിജിനൽ ഐറ്റമാണ് ഞാൻ ഉപയോഗിക്കുന്നതിൽ. ഈ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഒറിജിനൽ ഉള്ളതിൽ ഒരെണ്ണം ദിസ്
ഇതും GC കളക്ഷന്റെ സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതിനകത്ത് മദർ ഓഫ് പേൾ ആണ്. ഇതൊക്കെ ഡയമണ്ട്സ് ആണ്, ഒറിജിനൽ ആണ്. സോ ഇതിനും അത്യാവശ്യം 19,000 രൂപ വില വരും. ഇതും ഞാൻ വളരെ റെയർ ആയിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതും എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ്. ഞാൻ ഇനി ആര് ഗിഫ്റ്റ് എന്നൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് എല്ലാം ആരൊക്കെയോ ഗിഫ്റ്റ് എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യപ്പോഴേ ഞാൻ വാങ്ങിച്ചതല്ല. അപ്പം ഓക്കെ, ഇതും എന്റെ ഒരു വാച്ചാണ് ഗൈസ്. എനിക്ക് ഇതിന്റെ ചെയിൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അധികം ഉപയോഗിക്കാത്തെന്ന് പറയുമ്പോഴത്തേക്കും ചീത്തയാവണ്ടെന്ന് പറഞ്ഞ് മാത്രമാണ്. പിന്നെ നമുക്ക് ആരെങ്കിലൊക്കെ എന്തെങ്കിലും തരുമ്പോഴത്തേക്ക് സൂക്ഷിച്ചു വെക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത് അധികം പക്ഷെ ഉപയോഗിക്കാത്തത്. സോ ഇതൊരു റാഡോയുടെ വാച്ചാണ്. എന്നും ഇടണോ എന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് മറന്നു പോകും, കാരണം ഞാൻ ഇപ്പം വാച്ച് അധികം ഉപയോഗിക്കാറില്ലല്ലോ. ഇതിപ്പോ കണ്ട സ്ഥിതിക്ക് ഇനി അടുത്ത വെള്ള ഡ്രസ്സ് വല്ലതും ഇടുമ്പോൾ വരിപ്പറക്കി ഇട്ടോക്കടോ. ഇത് ഇട്ടിട്ടില്ല കേട്ടോ, ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. റേറ്റ് അത്യാവശ്യം ഒറിജിനൽ അല്ല, കോപ്പിയാണ്, പറയാൻ പാടില്ല. എന്നാലും ഒരു 5,000 6,000 റേഞ്ച് ഉണ്ട്. മേ ബി മോർ ദാൻ ദാറ്റ്. എനിക്ക് ഓർമ്മയില്ല, കാരണം 1-2 ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെയാണ് ഇതും വാങ്ങിച്ചത്. എക്സാക്ട് അറിയത്തില്ല. അത്യാവശ്യം നല്ല പൈസ പൊട്ടിയിട്ടുണ്ട്. എന്റെ അല്ല, തന്നവരുടെ. ഇത് എംബോറി അർമാനയുടെ വാച്ചാണ് കേട്ടോ. ഒറിജിനലൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഇത്രയും വാച്ചൊക്കെ ഞാൻ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന പൈസയൊക്കെ അത്യാവശ്യം കയ്യിൽ വേണ്ടേ. ഇന്നതാ ഉപയോഗിക്കുന്നുമില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ബിക്കോസ് ഈ ഗോൾഡും ബ്ലൂവും കളറും മാച്ച് വരുന്നത് കൊണ്ട് ഇഷ്ടമാണ്. ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഷനേലിന്റെ ഒരു വാച്ചാണ് കേട്ടോ. ഇതിന്റെ ചെയിൻ നല്ല രസമാണ്. ഇത് ഞാൻ ഇട്ടിട്ട് കൊന്നൊരു വാച്ചാണ്, എന്നിട്ട് ഒന്നും പറ്റിയിട്ടില്ല. ഒരുപാട് തവണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രാവലിങ്ങിലാണ് അത്യാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം കൊണ്ടിട്ടുണ്ട്, മഴ കൊണ്ടിട്ടുണ്ട്, മഞ്ഞ് കൊണ്ടിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടുണ്ട്, എന്നിട്ടും ഒന്നും പറ്റിയിട്ടില്ല ഈ സാധനത്തിന്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല രസമാണ് കയ്യിലിട്ട് കാണാൻ വേണ്ടിയിട്ട്, കണ്ടോ, ഭയങ്കര രസമാണ്. ഇത് പത്തേക് ഫിലിപ്പിന്റെ ഒരു വാച്ചാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കവറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 3 കൊല്ലം ആയിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട്. ഇത് കണ്ടോ, തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ, ഉപയോഗം വളരെ കുറവാണ്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഗോൾഡും ഗ്രീനും കോമ്പിനേഷൻ വരുന്നതാണ്. അത്യാവശ്യം ഈ ബ്രാൻഡൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ബാക്കിയുള്ളത് പോലെയല്ല ഈ പത്തേക് ഫിലിപ്പിൻ്റെത് അറിയാത്ത ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. ഡയമണ്ട് ആണ് അതിന്റെ ചുറ്റും വരുന്നത്. കുറച്ചില്ലല്ലോ ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതും അല്ല. ഇത് റോലെക്സിന്റെ ഒരു വാച്ചാണേ. റോലെക്സ് അറിയാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ യൂട്യൂബിൽ അൺസബ്സ്ക്രൈബ് അടിച്ച് പോയിക്കോളൂ കേട്ടോ. ഇതുപോലും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ. ഇത് അറിയത്തില്ല എന്ന് പറയുന്നത് ഭയങ്കര കള്ളത്തരമായിരിക്കും കേട്ടോ ആൾക്കാർ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ് ഇത് ഇങ്ങനെ ഇട്ട് നടക്കാനൊക്കെ. പക്ഷെ ഇപ്പൊ ഇത് എന്റെ കയ്യിൽ കൊള്ളുന്നില്ല, കാരണം എന്റെ കൈ ബ്രസ്റ്റൊക്കെ തടിയൊക്കെ വെച്ചോണ്ട് ഇത് അന്നേരം പിന്നെ ഒഴിവാക്കിയതായിട്ട് ഉണ്ടാന്നും പറഞ്ഞിട്ട്. ഇനി തടിയൊക്കെ കുറച്ചിട്ടാണ് ഇടാൻ വേണ്ടി. ഫോഴ്സിലുള്ള ഒരു വാച്ചാണ്. ഏകദേശം ഒരു 3 കൊല്ലമായി ഇതും കിട്ടിയിട്ട്. എന്റെ റേറ്റ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞുതരാൻ വേണ്ടിട്ട്. ഇത് ഒറിജിനലാണ്. എന്റെ ഒരു സൗദിയിലുള്ള ഫ്രണ്ട് കൊടുത്തയച്ചതാണ്. എനിക്ക് ഇത്രയും നാളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റിയിട്ടില്ല. കണ്ടോ, ഇപ്പോഴും കവറിൽ തന്നെയാണ് ഉള്ളത്. വിത്ത് പ്രൈസ് ഉണ്ട്. ഇതെന്തോ യൂറോ ആണെന്ന് തോന്നുന്നു. എനിക്ക് അവിടെ പറഞ്ഞിട്ട് അറിഞ്ഞൂടെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫോഴ്സിൻ്റെത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 14,000-15,000 രൂപ വില വരും ഇതിന്റെ വാച്ച്. ഇതിന് എത്രയെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര തോന്നുന്നേ, എത്ര ഉണ്ടാവും? ചുമ്മാ ഒന്ന് കമന്റ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നു വൈറൽ വാച്ച്. ഈ വാച്ച് കാണാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അതെങ്ങനെയാണ് എവിടെ നിന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് എന്റെ വാച്ച് കളക്ഷനിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. ബൾഗാരിയുടെ സെർപ്പൻഡി എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് ഈ വാച്ചിനോട് എന്താണ് ഇത്ര ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഒറിജിനൽ വാച്ച് വാങ്ങിക്കാൻ വേണ്ടി ഒരു 5 കൊല്ലം മുന്നേ ഞാൻ പ്ലാൻ ഇട്ടതാണ്. എനിക്ക് ഇതിന്റെ ഒറിജിനൽ വാച്ച് വാങ്ങിക്കണം. അപ്പൊ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സ്വപ്നങ്ങളോ ഒരു ആഗ്രഹങ്ങളോ ഇല്ലെങ്കിലും ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പൊ അന്ന് ഞാൻ എന്തെങ്കിലും ഒരു സ്വപ്നം ലൈഫിൽ വേണമെന്ന് വെച്ചിട്ട് എന്റെ ഒരു ഗോളായിട്ട് വച്ചൊരു സാധനമായിരുന്നു ഈ വാച്ച്, ഈ ബൾഗാരിയുടെ ഈ സാധനം. അപ്പം ഇതിന്റെ റേറ്റ് ഏകദേശം ഒരു 120,000 ദിർഹംസ് ഒക്കെ വരും കേട്ടോ. എനിക്ക് എന്തോ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇത് സ്പൈറലാണ്. അപ്പൊ എനിക്ക് ഒരു സ്പൈറൽ വരുന്നെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇത് വേണ്ട. അത് തന്നെ ഏകദേശം ഒരു 70,000-80,000 ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതാണ് എന്റെ ഗോൾ, അത് നോക്കി പോകണമെന്ന്. അങ്ങനെ ഞാൻ ഈ ഗോളിന്റെ കാര്യം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഈ വാച്ച് വാങ്ങിക്കണം എന്നുള്ളൊരു ഗോൾ ഉണ്ട്, ഞാൻ അത് നോക്കി പോകാണെന്ന്. അപ്പൊ തന്നെ ഓടിപ്പോയിട്ട് അയ്യോ അത് നോക്കി ഇനി പോവേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാ പിടിച്ചോന്നും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് തന്നിരുന്നു. അപ്പോൾ ഈ സാധനം ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം ട്രാവലിംഗിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാച്ച് എനിക്ക് തോന്നുന്നു ഒരു 4 കൊല്ലം 5 കൊല്ലം മുന്നേക്ക് എന്റെ കയ്യിൽ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും. ഇത് ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇതിന്റെ ചുറ്റും ഡയമണ്ട്സ് ആണ്. ഇവിടെയും ഒരു റൂബി വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് കോപ്പിയാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 10-30,000 രൂപ ഉണ്ട് നാട്ടിലെ.
ബിക്കോസ് അന്ന് ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം 1300 1400 ദിർഹംസ് ഒക്കെ എങ്ങാണ്ടോ ഉണ്ടായിരുന്നു ഈ ഒരെണ്ണത്തിന്. അങ്ങനെ എനിക്ക് 2 എണ്ണമാണ് വാങ്ങിച്ചു തന്നത് ഈ സാധനം. ഇത് രണ്ടും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂട്ടോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്താന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വാച്ചിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിക്കൊക്കെ പഠിച്ചതാ ഒരു ദിവസം ഇരുന്നിട്ട്. ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങളായി. അതിനുശേഷം ഞാൻ വാച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. അന്നിരുന്ന് ഞാൻ പഠിച്ചതാ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തരണമെന്ന്. പക്ഷെ ഇപ്പൊ ഗൂഗിളും അതുപോലെ തന്നെ പല ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു തരണമെന്നില്ല. അപ്പൊ എന്റെ കയ്യിൽ 2 വാച്ചും ഉണ്ട്. രണ്ടിനും ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 10-30,000 രൂപ വിലയുണ്ട്. ഇതിനും സെയിം ആണ്, രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാലമായിട്ട് ഈ വാച്ചിന് ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു കേടുപാടും ഇല്ലാണ്ട് രണ്ടും ഒരുപോലെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടം. കാരണം ഇത് മാത്രമായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതായത് ഏറ്റവും ആദ്യം എന്റെ കയ്യിൽ വന്നിട്ടുള്ള വാച്ച് ഇതായിരുന്നു. മീൻസ് ഞാൻ നേരത്തെ ഗസ്റ്റ് കളക്ഷന്റെ 2 വാച്ച് കാണിച്ചല്ലോ, അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വാച്ച് ടോട്ടൽ എനിക്ക് ആ സമയത്ത് ഒരു 4-5 വാച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. കാരണം അന്ന് ഇത് കാണുമ്പോൾ ആൾക്കാർ ഇതേ നമുക്ക് കയ്യിൽ പാമ്പ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനന്ന് ട്രെയിനിലൊക്കെ അത്യാവശ്യം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെയൊക്കെ കൂടെ ഇരിക്കുന്നവരടുത്ത്. അപ്പൊ ഇത് ആ സമയത്ത് ആൾക്കാർക്ക് അധികം അറിയത്തില്ല, എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ എനിക്കിന്നൊരു ഇത് ഉണ്ടായിരുന്നു, ത്വരയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആരട്ടെ, ആൾക്കാരെ കുറിച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ. അപ്പൊ കൂടുതൽ ഇങ്ങനെ പാമ്പ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇത് അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അധികമൊന്നും എനിക്ക് ഇതിനെ കുറിച്ച് പറയാനില്ല കേട്ടോ, കാരണം ഇത് അത്യാവശ്യം വൈറലായ വാച്ചാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. ഇനി ഞാനായിട്ട് ഇനി പറഞ്ഞ് അതിന്റെ ഉള്ള പേര് കളയണ്ട. ഈ ബോക്സിലുള്ള വാച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ബോക്സ് മാറ്റി വെക്കാണ്, അടുത്ത ബോക്സ് നമുക്ക് എടുക്കാം. ഇതിനകത്ത് വാച്ചിനെക്കാളും കൂടുതൽ ബ്രേസ്ലെറ്റ് ആണുള്ളത്. കുറച്ച് വാച്ചേ ഉള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന കാര്യം. 2019 ഏപ്രിലാണ് കേട്ടോ ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാച്ചാണ് കേട്ടോ. ഈ വാച്ച് നിങ്ങൾക്ക് അധിക പേർക്കും അറിയായിരിക്കും. നമ്മുടെ ഗീവ് അവേയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു വാച്ച്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഭയങ്കര ആർക്ക് വേണം ഇടാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ വാച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചൂസ് ചെയ്തത്. ഏകദേശം 7 കൊല്ലമായി. ഞാൻ 2019 ഇത് വാങ്ങിച്ചതല്ല. തെറ്റിദ്ധരിക്കരുത്, വാങ്ങിക്കില്ല. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. ബട്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരാൾ തന്നതുകൊണ്ട് ഞാൻ ഇന്നും കീപ്പ് ചെയ്യുന്ന ഈ സാധനം. ഉപയോഗിക്കുകയൊന്നുമില്ല. ഇങ്ങനത്തെ ലോക്കൽ സാധനങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല ഗൈസ്. അല്ല, ഇങ്ങനത്തെ സാധനം ഇതിപ്പോൾ ഫാൻസി ആയല്ലോ. ഇത്തരം ഫാൻസി ഐറ്റംസ് ഉപയോഗിക്കില്ലതായിട്ട്, ലോക്കലത്തല്ല. സ്പെഷ്യൽ ആയതുകൊണ്ടാണല്ലോ കയ്യിൽ ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ബട്ട് പറഞ്ഞു വരുമ്പോൾ ലോക്കലാണ് ഈ സാധനം. നമ്മള് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ആരോ ഗിഫ്റ്റ് ഗോൾഡ് തന്ന സമയത്ത് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗിഫ്റ്റ് ആണത്. എനിക്ക് തോന്നുന്നു മാലയും ബ്രേസ്ലെറ്റും ഉണ്ടായിരുന്നല്ലോ സിയ ഗോൾഡിന്റെ. അപ്പൊ അവരുടെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഈ വാച്ച്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ബ്രാൻഡ് ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഫെലിക്സ് ടൈം. ഓക്കെ, ഇതാണ് ആ വാച്ച്. ഞാൻ എനിക്ക് തോന്നുന്നു വാലന്റൈൻസ് ഡേയിലുള്ള വ്ളോഗിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ടാവണം. ഇത് കാണിക്കാതിരിക്കത്തില്ലല്ലോ. സോ ഉപയോഗിക്കാത്തത് കൊണ്ട് അതിന്റെ ടാഗും അതുപോലെ കവർ ഫുള്ളി പ്രൊട്ടക്റ്റഡ് വിത്ത് കവർ അതുമുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നതും അതുപോലത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ. കാരണം വാച്ചായിട്ട് കിട്ടിയതല്ല, ഗോൾഡ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാ. ഇത് മലബാർ ഗോൾഡിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേക്ക് എനിക്കൊരു മാല ഒരാൾ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന കാൽവിൻ ക്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു വാച്ചാണ് കേട്ടോ. ഇത് ഒറിജിനൽ ആണ് കേട്ടോ. ഒറിജിനലാണ്. ബിക്കോസ് ഇതിന്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ആ ബോക്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെവിടെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ ഒരൊറ്റ ടാഗ് മാത്രമേ ഉള്ളൂ. കാരണം ബോക്സ് ഞാൻ വെറുതെ സ്ഥലം കളയേണ്ട പറഞ്ഞെടുത്ത് ഒഴിവാക്കിയതാണ്. ഇട്ടിട്ടില്ല. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളത് ഇളക്കി കഴിഞ്ഞാലാണ് വാച്ച് വാച്ച് ഓടത്തുള്ളൂ. അപ്പം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, കാരണം ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാൽവിൻ ക്ലെയിന്റെ ഒരു ചെരുപ്പ്, അത് ചാൾസ് ആൻഡ് കേത്തിന്റെ ആണ് ഗൈസ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവും. കാൽവിൻ ക്ലെയിനും ചാൾസ് ആൻഡ് കേത്തും ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകാറുണ്ട്. ആക്ച്വലി അതിന്റെ ഒരു ചെരുപ്പൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 2 കൊല്ലം മുന്നേ ഉള്ള ബർത്ത്ഡേക്ക് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ്. ഇത് മാത്രമല്ല, ഈ ഒബാക്കുവിന്റെ ഇതിന്റെ ശരിക്കുള്ള ബ്രാൻഡ് നെയിം എനിക്ക് അറിയാൻ പാടില്ല. സ്ട്രാൻ ഡെൻമാർക്ക് ബൈ ഒബാക്കു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഇതുപോലത്തെ ഇനിയും ഒരു വാച്ച് കൂടെ, ടോട്ടൽ 2 വാച്ചാണ് എനിക്ക് അന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 കൊല്ലം മുന്നേ ഉള്ള എന്റെ ബർത്ത്ഡേ വ്ളോഗിൽ നിങ്ങൾ പോയി കണ്ട് എന്നെ കാണാൻ പറ്റിയ ഒരു ഗ്രേ കളർ ബോക്സിൽ ഞാൻ കാണിക്കുന്ന ഒരു വാച്ച് മിസ്സിംഗ് ആണ്. ഒരു ബോക്സോട് കൂടി മിസ്സിംഗ് ആണ്. ഞാൻ നാട്ടിലൊന്നും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് എവിടെ പോയി ആരെടുത്തു എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. അത് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിളിച്ച് അറിയിച്ചപ്പോൾ എൻ്റെ അടുത്തുണ്ട്, അയ്യോ നല്ല പ്രൈസ് ആയിരുന്നു, ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും
പക്കയാണ് അവര്. കാരണം ലൈക്ക് എന്റെ വീട്ടിൽ അങ്ങനെ എടുത്തിട്ട് പോകാനും മാത്രം ആരൊന്നുമില്ല. ഞാൻ ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ മേ ബി കയ്യിൽ നിന്ന് മിസ്സായതായിരിക്കാം. അല്ലാതെ എന്റെ വീട്ടില് അങ്ങനെ ആരും വന്ന് എടുത്തോണ്ട് പോകാൻ മാത്രം ചീപ്പല്ല ഗൈസ്. എന്റെ ഫ്രണ്ട്സ് അറിയാലോ, ഈ വക സാധനങ്ങളെല്ലാം അവർ തന്നെയാണ് എനിക്ക് വാങ്ങിച്ചത്. പിന്നെ അവരെടുത്തോണ്ട കാര്യമൊന്നുമില്ല. ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലിയിൽ ഇപ്പം ആരും എടുത്ത് എന്നെ കാണാണ്ട് ഉപയോഗിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പൊ അവരേ അല്ല. പിന്നെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ മിസ്സായി. ഇത് ഒരു വാച്ചാണ് ഗൈസ്, എലിസ്. ഇതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം ഉപയോഗിക്കാത്ത കണക്കായിരിക്കുന്നത്. അപ്പം ഞാൻ ഓർമ്മയില്ലാത്തത് കൊണ്ട് ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. ഇതിന്റെ ചെയിന് നല്ല രസമുണ്ടല്ലേ, ഭയങ്കര രസമുള്ള ഒരു ചെയിനാണ്. ആര് തന്നെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടാ. അങ്ങനെ കഴിഞ്ഞില്ല. കഴിഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചു. ഇല്ല, ബോക്സിനകത്തുള്ള കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് കുറെ ബ്രേസ്ലെറ്റ് ഉണ്ട്. അത് ഞാൻ വേറൊരു വ്ളോഗിൽ കൊണ്ടുവരാം. ഒരു ബോക്സിലാക്കിയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം. കാരണം ഇത് ഫുള്ളും കുറേ ഉണ്ട്. ഒന്നും കാണുന്ന സമയം കളയുന്നില്ല. വാച്ച് ചോദിച്ചാൽ ഞാൻ വാച്ച് മാത്രം. ഇനി നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം, ബ്രേസ്ലെറ്റ് കാണണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് കാണിക്കാന്ന് പറഞ്ഞ് എടുത്തോണ്ട് ഇതിനകത്തും ബ്രേസ്ലെറ്റ് ആണ്. ഇതുവരെയും തുറക്കാത്ത 5 കൊല്ലമായിട്ടുള്ളൊരു പൊക്കിഷമാണ് ഈ വാച്ച്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ ഇത്. എനിക്ക് അന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ ആയിരുന്നു. ഇത് പോലീസിന്റെ ഒരു വാച്ചാണ്. അന്നത്തെ ശേഷം ഞാൻ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. വാവ്. ഇത് ഇതിനകത്ത് അതിന്റെ വാറന്റി ഗ്യാരണ്ടി കാർഡ് എല്ലാം ഉണ്ട്. ഇത് ഞാനിങ്ങനെ തുറക്കൂലല്ലോ, പിന്നെ അതിനകത്ത് തന്നെ ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ക്ലാസ് സാധനം. ഞാൻ അതിനെ ഇളക്കുന്നില്ല കേട്ടോ, കാരണം ഇത് ഇളക്കിയിട്ട് വീണ്ടും വെച്ച് ഇതാ ഇത് നോക്കിക്കേ. ഈ ഗോൾഡ് ഇത് വന്നപ്പോ നല്ല രസമുണ്ടല്ലേ, എനിക്കിഷ്ടായി. സൈഡിലേക്ക് ഇത് സിൽവറും ഇവിടെ ഇങ്ങനെ ഗോൾഡും. ഇതിന്റെ ഡയൽ നല്ല ലുക്ക് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫിനിഷിംഗ് ആണ് കേട്ടോ ഇതിൻ്റെത്. ആ ഒരു കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ ഒരു ഫിനിഷിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഒന്ന് ഇടാൻ പറ്റി, എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ ഞാൻ എന്തൊട്ട് ഇതൊന്നും ഇടാത്തതെന്ന്. എനിക്കിങ്ങനെ പലതും ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പാക്കിങ്ങിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എടുത്ത് നോക്കാൻ പോലും ഉള്ളൊരു ഇതുണ്ടാവും. അവിടെ ഇരിക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാ. അയ്യോ അവിടെ സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളത്. അപ്പം ഇത്രയുമാണ് എൻ്റെ വാച്ച് കളക്ഷൻ. ഇനിയും പറഞ്ഞു വരുവാണെങ്കിൽ ഒരു 2-3 വാച്ച് എൻ്റെ മിസ്സിംഗ് ആണ്. നാട്ടിൽ എവിടെയോ പെട്ട് കിടക്കുവാണ്. ഞാൻ വാച്ച് കളക്ഷന് വേണ്ടി ഒരു 7 മാസം മുന്നേ എല്ലാ വാച്ചുകളും നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ നോക്കിയപ്പോഴത്തേക്കും, അല്ല മീൻസ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവിടെയും വെക്കും. കാരണം ഇവിടെ നിന്ന് അവിടെയും അവിടെ നിന്ന് ഇവിടെയും കൊണ്ടുവരുന്നതിനിടയിൽ മിസ്സാവണ്ട പറഞ്ഞിട്ട് ഒരു 2-3 വാച്ച് നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഒരു വാച്ച് അങ്ങോട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ശരിയാക്കണമെന്ന് പറഞ്ഞ അവിടെ വെച്ച് ശരിയാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു വാച്ച് മിസ്സിംഗ് ആണ്. അങ്ങനെ ഒരു 2 വാച്ച് എന്തോ നാട്ടിലിരിപ്പുണ്ട്. അത് ഏതാന്നുള്ള എനിക്കൊരു മൈൻഡ് കിട്ടുന്നില്ല. പല കാര്യങ്ങളും മറന്നു പോകുന്നു ഗൈസ്. ഞാൻ എന്നെ തന്നെ പലപ്പോഴും മറക്കാറുണ്ട്. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാന്ത് പിടിച്ച് നടക്കുന്നത് ഈ ഈച്ച കാരണമാണ് ഗൈസ്. ഇതിനെ കൊന്നിട്ടേ ഞാൻ അടുത്ത വ്ളോഗിൽ വരത്തുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് എന്താ വേണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ ഇനി അടുത്ത് അതെന്നെ എന്താണെന്നുള്ള എന്ത് തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം. ഡെയിലി വ്ളോഗ്സ് ചോദിച്ച ആൾക്കാരുണ്ട്. ഡെയിലി വ്ളോഗ്സ് തരാൻ ഞാൻ ഡേ കാണാറില്ല, ഓൺലി നൈറ്റ്. ഞാൻ ഡെയിലി വ്ളോഗ്സിന് പകരം നൈറ്റ് വ്ളോഗ് തന്നാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങൾക്ക് മനസ്സിലാവൂലേ എനിക്ക് എന്തോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ. എനിക്ക് കുറെ ദിവസങ്ങളായിട്ട് വയ്യ. പനിയാണെന്ന് വെച്ചാൽ പനിയല്ല, ജലദോഷമാണെന്ന് വെച്ചാൽ ജലദോഷമല്ല, വേറെ എന്തോ ആണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ നിങ്ങളെടുത്ത് പറഞ്ഞു. ഇനി ഞാൻ നേരിട്ടുകൊണ്ടുള്ള ഗൈസ്. അപ്പോൾ ഒരു ഗിവ് അവേന്റെ വീഡിയോനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഈ സമയത്ത് എണീറ്റത്, അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വീഡിയോയുടെ എഡിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്താൽ മതി. അത് ഞാനൊന്ന് തൊണ്ടയൊക്കെ ശരിയാക്കിയിട്ട് അതിന് വോയിസ് ഓവർ കൊടുത്ത് നാളെ പോസ്റ്റ് ആക്കാം. അപ്പം എന്റെ വാച്ച് കളക്ഷൻസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഏത് വാച്ചാണ് ഇഷ്ടം എന്ന് പറയണം. ഞാൻ എല്ലാത്തിനും ബ്രാൻഡൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉള്ളൊരു വാച്ച്, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യട്ടോ, ഞാൻ നോക്കട്ടെ. കാരണം എനിക്കിതിൽ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പതിയെ ഓരോന്നിട്ട് ഇട്ട് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ട് ഇത്രയും വാച്ചുകൾ ഉണ്ടായിട്ട് ഇടാത്തേന്നുള്ളത്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനങ്ങൾ ഞാൻ ഈ ബോക്സിലാക്കുന്ന ആദ്യം ഒരു ബോക്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, പിന്നെ ബാക്കിയൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ മിസ്സായിപ്പോണ്ട്. അതിൽ എൻ്റെ ഒരു GC കളക്ഷൻ്റെ ഒരു വാച്ച് കുറെ നാളുടെ നാട്ടില് എൻ്റെ അവിടുത്തെ കബോർഡിനകത്ത് മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് തിരക്കി എങ്ങനെയെല്ലാമാണ് ഒരു ദിവസം എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുക. പിന്നെ നാട്ടിൽ എനിക്ക് പല തവണങ്ങളായിട്ട് പോയി വരേണ്ട ആവശ്യങ്ങളുള്ളത് കൊണ്ട് വാച്ച് പതിയെ ഞാൻ ഒഴിവാക്കി തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു വള ഉണ്ടായിരുന്നു, അതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാണ്ട് അത് ഉപയോഗിക്കാണ്ട് വന്നപ്പോഴത്തേക്ക് അതിന്റെ ബാറ്ററി ഒക്കെ തീർന്നു പോയി. അപ്പം ബാറ്ററി ഏകദേശം അതിലൊരു 90% വാച്ചിനും ബാറ്ററിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് വേണം എനിക്ക് പോയിട്ട് ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭൂതം പൊന്നു അതാണ് ഇത്രയും വാച്ച് ഇപ്പോഴും ഇങ്ങനെ വച്ചിരിക്കുന്നത് ഇടാണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ്
ആ വാച്ചുകളൊക്കെ എനിക്ക് സ്നേഹത്തോടെ ഓരോരുത്തർ വാങ്ങിച്ചു തന്നതാണ്. ഞാൻ അങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഒഴിവാക്കാറില്ല, കളയാറില്ല. അപ്പോൾ ഞാൻ തിരുമ്പി വരും ഗൈസ് ഈ വാച്ചെല്ലാം ഇട്ടിട്ട്. പിന്നെ എല്ലാവരും എൻ്റെ ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് കുറച്ച് മെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഒക്കെ ശരിയാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് തരാൻ പറ്റുന്നില്ല. ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് വന്നിട്ട് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു വാച്ച് വ്ളോഗ്. പക്ഷെ എനിക്കത് പറ്റിയില്ല. അപ്പം ഇനിയും പല വ്ളോഗുകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുള്ള വ്ളോഗ്സ് ആക്കാണ്? ഡെയിലി വ്ളോഗ് തൽക്കാലം നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം ഞാനൊന്ന് ഡേ കണ്ട് തുടങ്ങട്ടെ, ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ്സ് കാണിച്ചു തരാൻ കഴിയും. പിന്നെ ഹോം ടൂർ എനിക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളോട് ചെയ്ത് തീർക്കാനുണ്ട്. ബാക്കി എല്ലാം സൂപ്പറായിട്ട് എല്ലാം ആക്കി കഴിഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് അതിലോട്ട് പോവാത്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അതെടുത്ത് ഇട്ടേനെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നെക്സ്റ്റ് വ്ളോഗിലൂടെ. പെട്ടെന്ന് വരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അതായിരിക്കും ടാറ്റ ബൈ ബൈ അസ്സലാമ.